അമലിൻ്റെ ആദ്യത്തെ നോവലാണ് അഭിയാനു ആനന്ദം. 2018 ഒരു സിനിമാ സെറ്റിൽ വെച്ചിട്ടാണ് അമൽ കഥ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് ആ കഥ തിരക്കഥ പല സംവിധായകരെയും സമീപിച്ചു. പക്ഷേ 2025 അത് നോവലായിട്ട് പുറത്തു വരാനായിരുന്നു ആ ഒരു സ്റ്റോറിക്ക് വിധി. അപ്പോൾ അമൽ ഒരു മാൻകൈൻ പബ്ലിക്കേഷനെ സമീപിക്കുന്ന സമയത്ത് ഒരു തിരക്കഥയാണ് നോവലാകാൻ പോകുന്നത്. അപ്പോൾ അമലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അമൽ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക? ആദ്യം തന്നെ ഞാൻ 2018 ഈ ഒരു സബ്ജക്റ്റ് അല്ല പറയാൻ പോയത്, അത് വേറെ ഹൊറർ സബ്ജക്റ്റ് ആയിരുന്നു. അത് നടക്കേണ്ടായിരുന്നു, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി. പിന്നീട് 2019 ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് കടക്കുന്നത്. ഇത് രഞ്ജിത്തേട്ടയ്ക്ക് കൊണ്ട് ഈ സബ്ജക്റ്റാണ്. ആളുടെ ആദ്യം കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ടതിന് ശേഷം ആൾ പറഞ്ഞ 1-2 സജഷൻസ് വെച്ചിട്ട് ഞാൻ കഥ തിരക്കഥയാക്കി മാറ്റി. പിന്നെ ഈ പറയുന്ന പോലെ പല കാരണങ്ങൾ കൊണ്ട് ഇതും നടന്നില്ല. ഞാനത് പിന്നീട് ലാസ്റ്റ് മാറ്റി വെച്ചു. ഇനി ചെയ്യണ്ട, പണം ചെയ്യേണ്ട എന്ന രീതിയിൽ തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന റാം കെയർ ഓഫ് ആനന്ദി വായിക്കാൻ ഇടയായതും അതിൻ്റെ ഒരു ലാംഗ്വേജ് ആ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആയി. അപ്പൊ എന്തുകൊണ്ട് എനിക്കൊരു ബുക്ക് എഴുതിക്കൂടാന്ന് ചിന്ത വന്നപ്പോൾ ആദ്യം മനസ്സിലേക്കൊന്നും ഈ കഥ തന്നെയായിരുന്നു. ഇനി ഇത് സിനിമയെ ചെയ്യുന്നില്ല എന്ന് മാറ്റി വെച്ചിരുന്ന കഥ തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് അന്നേരം ഇതിൻ്റെ അത്ര സീരിയസ്നെസ് അറിയില്ല. ഒരു ബുക്ക് എഴുതുക, അത് പബ്ലിഷ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അങ്ങനെ ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ഒരു സാറുണ്ട്, സാൻഡ്രോ എന്ന് പറഞ്ഞ കോളേജിൽ പഠിക്കുന്ന സാറാണ്. സാറിൻ്റെ സാർ ഇങ്ങനെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോവാണ്. സാറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മാൻകൈൻഡ് എന്ന് പറഞ്ഞൊരു പബ്ലിഷേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്പർ വരുന്നു, എല്ലാം ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ അവരെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നു ഫോണിൽ. അപ്പോൾ തന്നെ മെയിൽ ത്രൂ കണ്ടന്റ് അയക്കാൻ പറയുന്നു, കണ്ടന്റ് അയക്കുന്നു. കണ്ടന്റ് അയച്ചൊരു 2 to 3 ഡേയ്സിനുള്ളിൽ പറയാം നമുക്കിത് ബുക്കാക്കാം. അപ്പോഴും എനിക്ക് ഇതിൻ്റെ സീരിയസ് മനസ്സിലായിട്ടുള്ള. അങ്ങനെ ഇത് ബുക്കാവുന്നു. ബുക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓക്കെ ഇത് ബുക്ക് എഴുതുമെന്ന് പറയുമ്പോൾ കുറേ ആളുകളുടെ സ്വപ്നമാണ് എന്ന കാര്യങ്ങളൊക്കെ പിന്നീടാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്.